അങ്ങനെ നമ്മൾ ബോംബെയിൽ വന്നു. നമ്മൾ ഇനി തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. ഇവിടെ നമ്മൾ ഒരാഴ്ച ഉണ്ടായിരുന്നു. സോ അതിൻ്റെ കാഴ്ചകൾ നിങ്ങളെ ഞങ്ങൾ കാണിക്കുന്നത്. ഇതൊരു ചെറിയ വ്ളോഗ് ആകാനാണ് സാധ്യത. എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു ബ്ലേഷ ആൻഡ് കോ. അതായത് ഞങ്ങൾ ഇറങ്ങാനായിട്ടുള്ള റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ബെഡൊക്കെ ഡ്രസ്സ് മാറി റെഡി ആയിട്ട് നിൽക്കുവാണ് ഞങ്ങളെല്ലാവരും കേട്ടോ. ആ എന്താ പറ്റി? എന്നാ പറയാനുള്ളത് കൊച്ചിന്? ഈ ഒരാഴ്ച ഇവിടെ നിന്നതിനെ കുറിച്ച് എന്താണ് കുഞ്ഞിന് പറയാനുള്ളത്? അപ്പം ഞങ്ങൾ ബാഗെല്ലാം പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചേക്കുവാണ്. ഇത് 3 ജനറേഷൻ, ഇപ്പം 4 ജനറേഷൻ. 1, 2, 3, 4 അവരുടെ ഒരു ഫോട്ടോ എടുക്കുമായിരുന്നു, എടുത്തിട്ടുണ്ട്. ഓക്കെ, അതെ അതെ സത്യം. അതെ, ഇല്ലെങ്കിൽ കണ്ടതായിരുന്നു ആസ്വദിച്ചോളൂ. അത് കണ്ടെന്നും പറഞ്ഞല്ലേ. ഓക്കെ, അപ്പൊ ബൈ ബൈ. അതെ, അമ്മച്ചിനെ ഇവിടെ വിട്ടിട്ട് ഇത്തവണ അമ്മച്ചി നമ്മുടെ കൂടെ വരുന്നില്ല കേട്ടോ. അമ്മച്ചി ഇവിടെ ഇരിക്കുക. അമ്മച്ചിക്ക് മോളുടെ കൂടെ നിൽക്കണമെന്ന്, അതുകൊണ്ട് അമ്മച്ചിനെ ഇവിടെ നമ്മൾ നിർത്തിയിട്ട് പോവാ. ഞങ്ങളാണ് പോകുന്നത്. ഓക്കെ ബൈ. അങ്ങനെ ഞങ്ങൾ താഴെ എത്തി. ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് ഓട്ടോ പിടിച്ചിട്ട് വേണം പോകാൻ. നമുക്കങ്ങനെ ഓട്ടോ കിട്ടി കേട്ടോ. നമ്മൾ ഇനി നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക്. നമ്മളങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ എത്തി കേട്ടോ. അവിടെ കുറേ ആൾക്കാരൊക്കെ ഇറങ്ങുന്നുണ്ട്. അവരിവിടെ ഉണ്ട്, അവരിവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെ എസ്കലേറ്റർ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ മേളിലേക്ക് ഇനി പോയിട്ട് എനിക്ക് തോന്നുന്ന പ്ലാറ്റ്ഫോം നമ്പർ 7 ആണോ, പ്ലാറ്റ്ഫോം നമ്പർ 7 ആണോ 8 ആണോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. നമ്മൾ മേളിൽ ചെന്നിട്ട് അത് നോക്കണം. അതെ അതെ അതെ, ഒരേ പ്ലാറ്റ്ഫോം തന്നെ, അപ്പുറത്തെ ഇപ്പുറത്തെ സൈഡ്. അതിലേതാണെന്ന് നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കിയിട്ടാണ് മനസ്സിലാവുള്ളൂ. നമ്മുടെ അവിടെയാണെങ്കിൽ ഇങ്ങനെ എല്ലാ സ്റ്റേഷനിലും പുറത്തൊക്കെ എഴുതി വെക്കത്തില്ലേ, ഏത് ട്രെയിനിലാണ്, എവിടെയാണ്, ഏതൊക്കെ പ്ലാറ്റ്ഫോമിലാണ് വന്നതെന്നൊക്കെ എഴുതുമല്ലോ. ഇവിടെ അത് കണ്ടില്ല. ചിലപ്പോൾ ഇനി മെയിൻ എൻട്രൻസിൽ വല്ലതും ഉണ്ടെങ്കിലുണ്ട്. മെയിൻ എൻട്രൻസ് എവിടെയാണ്? ഇതിലേത് വരും മറ്റേ സാധനത്തിനകത്ത്. ഡിസ്പ്ലേയിൽ വരും അല്ലേ? ഡിസ്പ്ലേയിൽ വരും എന്നാണ് പറഞ്ഞത്. നോക്കാം. അപ്പോൾ ഞങ്ങൾ കയറുക. ഞങ്ങൾ കയറി വരിക. ഇവിടെ ഇങ്ങനെ മേളിൽ ഡിസ്പ്ലേ ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു ഡിസ്പ്ലേ ഉണ്ട് കേട്ടോ. ഈ ഡിസ്പ്ലേയുടെ അകത്ത് കാണിക്കും നമ്മുടെ വരുന്നത്. നമ്മൾ മിക്കവാറും 7 and 8 അതിലേതെങ്കിലും ഒരെണ്ണത്തിലായിരിക്കണം മിക്കവാറും. ഈ 7th പ്ലാറ്റ്ഫോമൊക്കെ അത് ഈ ഒരു ഏരിയയിലാണ് കിടക്കുന്നത് കേട്ടോ. നമ്മൾ അങ്ങോട്ടേക്ക് നടക്കണേ എന്തായാലും. നമുക്ക് നോക്കാം അത് അതിൽ തന്നെയാണോ എന്നുള്ളത്. നമ്മുടെ ഒരു ഫ്രണ്ട് നമ്മളെ കാണാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ വരാൻ വേണ്ടി നോക്കിയേക്കുവാണ്. അവൾ ഇവിടെ എങ്ങാണ്ട് എത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ വിളിച്ചായിരുന്നു. അങ്ങനെ താണ്ടേ വരുന്നു നമ്മൾ പറഞ്ഞയാൾ. അതേ വരുന്ന പറഞ്ഞയാൾ താണ്ട്. ഇതാണ് കേട്ടോ നമ്മൾ പറഞ്ഞ ആ മഹത് വ്യക്തി. സുഖം. അതെ അതെ അതെ, വേണ്ട. ഇത് വേറൊരു ആന്റി കേട്ടോ. ഇത് വേറെ ആന്റിയാ. നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണേ. നമുക്കിതുവരെ എത്തിയിട്ടില്ല. 5:10 സമയം. അങ്ങനെ ഞങ്ങളുടെ ട്രെയിനിൻ്റെ സ്ഥലം കാണിച്ചു കേട്ടോ. നമ്മളിവിടെ അറിഞ്ഞിട്ട് വന്നു നിന്നതല്ല, പക്ഷെ നമ്മൾ കറക്റ്റ് സ്ഥലത്താണ് വന്നു നിന്നത്. G13 ആയിരുന്നു നമ്മുടെ സ്ഥലം. നമ്മളിവിടെ കുറേ നേരമായിട്ട് നിൽക്കുമായിരുന്നു. നമ്മൾ ട്രെയിനിൻ്റെ ഇവിടെ അലോട്ട് ചെയ്തതനുസരിച്ച് മാറാമെന്ന് വിചാരിച്ച് നിന്നാണ്. പക്ഷെ നമ്മൾ നിന്ന സ്ഥലത്ത് തന്നെയാണ് നമ്മുടെ ബോഗി ഉള്ളത്. ഇന്ന് ഇവിടുന്ന് ഈ സാധനങ്ങളൊക്കെ എടുത്ത് ഓടണ്ടല്ലോ എന്ന് വിചാരിക്കുമ്പോൾ ഒരു സന്തോഷം. നമ്മുടെ ട്രെയിൻ 5:20 വരുമെന്ന് പറഞ്ഞ കേട്ടോ. 5:20 ഇതുവരെ വന്നിട്ടില്ല. 5:34 ആയി. ഇതാണ്ട് ഇത് ഇവിടുത്തെ AC ലോക്കലാട്ടോ. AC ലോക്കൽ. ഇതേ നമ്മൾ തൃശ്ശൂർ വെച്ച് ചെയ്ത അതേ പരിപാടി ഇതേ ബെഡിനെ കൊണ്ട് താനയിലും ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ കാണാൻ വന്ന എമിലി യാത്ര തിരിക്കുകയാണ്.
നീ കേട്ടോ? ഒന്നുകൂടെ പറഞ്ഞു. അന്റെ എമിലി ആന്റി ടാറ്റ വരുന്നു. ടാറ്റ കൊടുത്തേ. ബൈ എന്ന് പറഞ്ഞു. ആ അതെ ഓക്കെ. വെരി ഗുഡ് വെരി ഗുഡ്. ഉമ്മ കൊടുത്തു. ഉമ്മ അത് ഭയങ്കര സ്പീഡായിരുന്നു. ഇത് കണ്ടോ, ബെഡും കാത്തിരുന്ന് മടുത്തു. ബെഡിന് വെള്ളം കിട്ടി. ട്രെയിൻ വരാത്തതുകൊണ്ട് ലോക്കോ പൈലറ്റിനെ വിളിച്ച് ചോദിക്കുക. അയ്യോ അപ്പുറത്ത് ബാക്കി എല്ലാ സ്ഥലത്തും ട്രെയിൻ വരുന്നുണ്ട്, നമ്മളിവിടെ മാത്രം ട്രെയിൻ വരുന്നില്ല. താനെ ഞാൻ ബെഡിനെ എൻ്റെ തോളിലേക്ക് കയറ്റി കേട്ടോ. അവൻ ഇനി കുറച്ചു നേരം ഇവിടെ ഇരിക്കട്ടെ. സമയം 6:08 ഇതുവരെ നമ്മുടെ ട്രെയിൻ വന്നിട്ടില്ല. അപ്പോൾ വരുമെന്നൊക്കെ വിളിച്ചു പറയുന്ന സൗണ്ടാണ് കേൾക്കുന്നത്. സമയം 6:24 നമ്മുടെ ഗരീബ് രഥ് വരുന്നത്. അതാണ്ട് വരുന്നു. ഇത്രയും നേരം നമ്മളിവിടെ പോസ്റ്റ് ആയിരുന്നേ, ഏകദേശം 2 മണിക്കൂറിനടുത്ത് പോസ്റ്റ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് പോവുകയാണ്. അപ്പൊ കാണാം. അപ്പൊ ഞങ്ങൾ പിന്നെ കാണുന്നതായിരിക്കും. ഓക്കെ ശരി, കാണാം. വിക്സ് ഗുളിക കഴിക്കൂ. ഓക്കെ അങ്ങനെ 14 13 നമ്മുടെ അല്ലേ? ഓക്കെ. ഓ 13 നമ്മുടെ അടുത്ത് തന്നെ വന്നു. ഓക്കെ, നമ്മൾ അവിടെ കയറണ്ടേ, അപ്പുറത്തെ സൈഡിലാണ് കയറണ്ടേ. ഓക്കെ, അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് പതുക്കെ കയറുന്നു. ബൈ. ഓക്കെ, അങ്ങനെ ബേഡാക്കി തേണ്ടേ അവരെ കാണുന്നുണ്ട്. ഇതിലെ ഭാഗ്യത്തിൽ കാണാം കേട്ടോ. വിധി അങ്ങനെ നമ്മൾ തിരിച്ചു പോന്നു. വണ്ടി എടുത്തു, ദേ അവർ പുറകിലാകുന്നു. ഓക്കെ, ആ ബെഡ് ഇപ്പഴാ ടാറ്റ കൊടുക്കാൻ വേണ്ടി പോണേ. ഓക്കെ, അങ്ങനെ നമ്മൾ കഴിഞ്ഞ തിങ്കളാഴ്ച നമ്മളിവിടെ എത്തി. ഈ തിങ്കളാഴ്ച നമ്മളിവിടെ നിന്ന് പോകുന്നു. യെസ്, ബെഡിക്കുണ്ടല്ലോ നമ്മള് പഴം കൊടുക്കുക. നമ്മുടെ വണ്ടി ഇച്ചിരി അല്ല, 2 മണിക്കൂർ ലേറ്റ് ആയില്ലോ ഞാൻ അല്ലേ? 1.5 മണിക്കൂർ 1.25 മണിക്കൂർ ലേറ്റ് ആയി. ഞങ്ങള് വീട്ടിൽ നിന്ന് ചപ്പാത്തിയും ചിക്കനും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അപ്പം നമ്മൾ ഇവിടെ ഇരുന്ന് അത് കഴിക്കുക. അങ്ങനെ നമ്മുടെ ബേരാക്കി കളിക്കുവാണേ, ഭയങ്കര കളിയാ. ഞങ്ങൾക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് പോകില്ല. അവൻ്റെ പ്ലേ ടൈം പോലെ അവനിപ്പോൾ കാണിക്കാൻ. അവന് ഉറക്കം വരുന്നുണ്ട്, പക്ഷെ അവന് ഉറക്കം വന്നാലും ഉറക്കം വന്നില്ല എന്നുള്ള രീതിയിൽ ഇരിക്കത്തുള്ളൂ. അങ്ങനെ ബെഡ് കിടന്നു, ഞങ്ങളും കിടക്കുവാണ്. ഇനി നമുക്ക് നാളെ രാവിലെ കാണാം. ബേരാക്കി കിടക്കുന്നു. അങ്ങനെ ഞങ്ങൾ രാവിലെ വടയും അപ്പവും ഇഡ്ഡലിയും മേടിച്ചേ. നമ്മുടെ ബെഡി ഇഡ്ഡലി സാമ്പാറും കഴിക്കുവാണ്. എങ്ങനെയുണ്ട് ബെഡി? എങ്ങനെയുണ്ട്? നമ്മൾ പതുക്കെ തൃശ്ശൂരിലേക്ക് അടുക്കുന്നു. അങ്ങനെ നമ്മൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ എത്തി. നമ്മൾ ഇറങ്ങുവാണ്. അതുകൊണ്ട് ബാഗൊക്കെ എടുത്ത് വെച്ച് റെഡിയായി ഇറങ്ങുവാണ്. ഈ അങ്കിള് നമ്മുടെ ലഗേജൊക്കെ പുറത്തേക്ക് എടുത്ത് വെച്ച് തന്നിട്ടോ, നല്ല അങ്കിള്. അങ്ങനെ നമ്മൾ തൃശ്ശൂർ എത്തി. നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. നമ്മൾ വന്ന വണ്ടിയാണ് കിടക്കുന്നത് കേട്ടോ. ഓക്കെ, നമുക്കിനി ഇവിടുന്ന് ബസ് പിടിക്കണം. ബസ് പിടിച്ചിട്ട് പോകണം. ബസ് സ്റ്റാൻഡിൽ ചെന്നിട്ട് നമുക്ക് നോക്കണം. ഇതുണ്ട്, ഇത് നമ്മൾ വന്നപ്പോൾ കയറി റെസ്റ്റ് ചെയ്ത സ്ഥലം. ഞങ്ങൾ തൃശ്ശൂർ പ്രീപെയ്ഡ് ഓട്ടോ കൗണ്ടറിൻ്റെ അവിടെ നിൽക്കുക. ഓട്ടോ പിടിച്ചിട്ട് വേണം ഇനി നമുക്ക്. സ്റ്റാൻഡ് അവിടെയാണ്, സ്റ്റാൻഡ് തൊട്ടടുത്ത. പക്ഷേ ഇവനും ലഗേജൊക്കെ ഉള്ളതുകൊണ്ട്, ഇറക്കിയും ലഗേജ് ഉള്ളതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു വണ്ടി പോകുന്നതായിരിക്കും ബെറ്റർ. അങ്ങനെ ഞങ്ങൾ KSRTC സൂപ്പർ ഫാസ്റ്റ് എറണാകുളം ബസ്സാണ്.
ഞങ്ങൾ ചാലക്കുടിയിൽ ഇറങ്ങും. നമ്മൾ ബസ്സിൽ വന്ന് ഇറങ്ങി ഇനി അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് വന്ന് കയറിയപ്പോഴേ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എല്ലാ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചുകൊണ്ട് ഇച്ചിരി ലേറ്റായിപ്പോയി വീഡിയോ എടുക്കാൻ. എനിവേസ് നമ്മൾ മുംബൈ പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു. നമ്മൾ എവിടേക്ക് പോയി, നമ്മൾ കുറേ സ്ഥലങ്ങളിൽ പോയായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിലേക്ക് സുരക്ഷിതമായി എത്തി. അപ്പോൾ അടുത്ത വ്ളോഗിൽ നമ്മൾ വേറൊരു കാര്യം കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ ബൈ. ഇറ്റ്സ് us, Blesha, signing off.